ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ കുഞ്ഞുമക്കൾ എല്ലാവരും ക്ലാസ് കേൾക്കാൻ റെഡി ആയിരിക്കുവാണോ? അതെല്ലേ? എന്നാൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകൾ കൂട്ടിപ്പിടിച്ച് നിന്നേ. നിന്നോ? ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ചൊല്ലണം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇനി എൻ്റെ മക്കളെല്ലാവരും ഒന്ന് ഇരുന്നേ. സ്വസ്ഥമായിട്ടിരുന്നോ? ഇരുന്നു അല്ലേ? എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? സന്തോഷമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്കൊക്കെ എൻ്റെ മക്കളെല്ലാവരും ചെയ്തോ? ടീച്ചറിന് അയച്ചു കൊടുത്തോ? സ്റ്റാറൊക്കെ കിട്ടിയോ? കിട്ടിയല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരെ പറ്റിയാ പഠിച്ചേ? ആരെ പറ്റിയാ? ഒന്ന് പറഞ്ഞേ. മറിയത്തെ പറ്റിയാ പഠിച്ചത് അല്ലേ? മറിയം ആരാന്നാ നമ്മൾ പഠിച്ചേ? ഒന്ന് പറയാവോ? എല്ലാവരും പറയുന്നുണ്ടല്ലോ. ആരാ? ദൈവപുത്രനായ ഈശോയുടെ അമ്മയാണ് മറിയം അല്ലേ? എൻ്റെ മക്കളെല്ലാവരും സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ടോ? ചെല്ലാറുണ്ടോ? ഉണ്ടല്ലേ. കുരിശ് വരയ്ക്കുമ്പോൾ നിങ്ങളൊക്കെ കളിക്കാറുണ്ടോ? കുറേ പേര് കളിക്കാറുണ്ട്, ടീച്ചറിനറിയാം. എന്നാൽ ഇനി ആരും കളിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് മാതാവിനോടുള്ള പ്രാർത്ഥന പഠിക്കാം. നിങ്ങൾക്കെല്ലാം ഈ പ്രാർത്ഥന അറിയാം, എന്നാലും ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് ഈ പ്രാർത്ഥന ഒന്നും കൂടെ ചൊല്ലിയാലോ? ടീച്ചർ ചെല്ലുമ്പോൾ എല്ലാവരും ഏറ്റു ചൊല്ലണം കേട്ടോ. ചെല്ലുവേലേ? നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എല്ലാവരും പ്രാർത്ഥന പഠിച്ചോ? പഠിച്ചു അല്ലേ? എന്നാൽ നമുക്കിനി ഒരു പാട്ട് പഠിച്ചാലോ? പാട്ട് പഠിക്കാം. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ടീച്ചറിനറിയാം. എന്നാലും പപ്പേനെയും മമ്മീനെയും ചേട്ടനെയും ചേച്ചീനെയും ഒക്കെ പാടി കേൾപ്പിക്കണം. ടീച്ചർ പാടിത്തരട്ടെ? സുസ്തി നന്മ പൂരിതേ, നിന്നോടു കൂടി നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാൻ്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. ഈ പാട്ടെല്ലാവരും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? നമുക്ക് ഒന്നും കൂടി പാടാം. എല്ലാവരും ടീച്ചറിൻ്റെ കൂടെ പാടണം. പാടുവല്ലേ? സുസ്തി നന്മ പൂരിതേ, നിന്നോടു കൂടി നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാൻ്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ആരെ ഏറ്റവും ഇഷ്ടം? അമ്മേനെ. അതുപോലെ നമ്മുടെ സ്വർഗീയ അമ്മയാ
പരിശുദ്ധ മറിയം. ആരാ? നമ്മുടെ സ്വർഗീയ അമ്മ അല്ലേ? നമുക്ക് മാതാവിനോട് എപ്പോഴും മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ ടീച്ചർ ഒരു കഥ പറഞ്ഞു തരാം. ഒരിക്കൽ ഈശോയും മാതാവും ശിഷ്യന്മാരും കൂടെ കാനായിൽ ഒരു വിവാഹ വിരുന്നിന് പോയി. വിവാഹ വിരുന്ന് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയി. മാതാവിനത് മനസ്സിലായി. മാതാവ് ചെന്ന് ഈശോയോട് പറഞ്ഞു, അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയി, നീ അതെല്ലാം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. മാതാവ് പറഞ്ഞതല്ലേ ഈശോയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഈശോ അവിടെയുള്ള പരിചാരകരോട് പറഞ്ഞു, ആ കൽഭരണികളിൽ എല്ലാം വെള്ളം നിറയ്ക്കാൻ. പരിചാരകർ അതെല്ലാം പക്കോളം നിറച്ചു. ഈശോ അത് വീഞ്ഞാക്കി മാറ്റി. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം പറയണം. അതാ അലങ്കുട്ടൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവന് നല്ല കൂട്ടുകാരനെ കൊടുക്കണേ കേട്ടോന്ന്. അപ്പോൾ ഈശോ അത് വേഗം നടത്തിത്തരും. അങ്ങനെയെങ്കിൽ നമുക്ക് മാതാവിനെ പറ്റി ഒരു സുകൃത ജപം പഠിച്ചാലോ? പഠിക്കാം. ടീച്ചർ പറഞ്ഞു തരാം. എൻ്റെ മക്കളെല്ലാവരും കൂടെ ചെല്ലണം. ചെല്ലൂലേ? എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ഒന്നും കൂടി പറഞ്ഞേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ഈ പടം നിങ്ങൾ കണ്ടോ? എന്തിൻ്റെ പടമാ? ആ, ജപമാലയുടെ പടം, കൊന്തയുടെ പടം അല്ലേ? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ 40ാമത്തെ പേജിൽ ഒരു കൊന്തയുടെ പടമുണ്ട്. എല്ലാവരും അതെടുത്തിട്ട് ആ മുത്തുകൾക്ക് ഓരോന്നിനും വ്യത്യസ്തമായ കളർ കൊടുക്കണം. ഓരോ മുത്തിനും കളർ കൊടുക്കുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചു തന്ന സുഹൃത ജപം ചെല്ലണം. എന്താ അത്? ആ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ചെല്ലുവോ? എല്ലാ മക്കളും ചെല്ലുമല്ലേ? എന്നിട്ട് ആ മനോഹരമായ കൊന്തയുടെ പടം നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. കൊടുക്കുവോ? ആ, എല്ലാവരും കൊടുക്കും. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർ അത് ചോദിക്കും കേട്ടോ. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ആ, എന്തെല്ലാമാ പഠിച്ചത്? മാതാവ് നമ്മുടെ സ്വർഗീയ അമ്മയാന്ന് പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം പഠിച്ചു അല്ലേ? പിന്നെന്താ പഠിച്ചത്? ആ, പാട്ട് പഠിച്ചു. എല്ലാവരും പറയുന്നുണ്ടല്ലോ, മിടുക്കന്മാർ കേട്ടോ. പിന്നെന്താ നമ്മൾ പഠിച്ചത്? സുകൃത ജപം പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ പപ്പേനെയും മമ്മീനെയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർ ചോദിക്കും, എല്ലാവരും ഉത്തരം പറയണേ കേട്ടോ. നമ്മുടെ ക്ലാസ് കഴിയാൻ പോവാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടല്ലേ? ആ, മിടുക്കന്മാർ. അത് നമുക്കൊന്നും കൂടെ പഠിച്ചാലോ? ആ, ടീച്ചറുടെ കൂടെ പറഞ്ഞേ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എന്താ? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലൂക്ക 1:38. സുഗത ജപവും വചനവും എല്ലാം എൻ്റെ മക്കൾ എപ്പോഴും മനസ്സിലോർക്കണം കേട്ടോ. എന്നിട്ട് പപ്പേനെയും മമ്മീനെയും എല്ലാം ചൊല്ലിക്കേൾപ്പിക്കണം. നല്ല മിടുക്കരാ എൻ്റെ മക്കളെല്ലാവരും. എന്നാൽ നമുക്ക് അടുത്ത ആഴ്ച ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വരണം കേട്ടോ. അടുത്ത ആഴ്ച മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് വരണം. നമുക്കെല്ലാവർക്കും ഈശോയ്ക്ക് സ്തുതി ചെല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.